പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ പരാതി വ്യാജമെന്ന് പോലീസ്. സഹപാഠിക്ക് തന്നോട് പ്രണയം തോന്നാത്തത് പരാതിക്ക് കാരണമായി എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതോടെ കേസ് അവസാനിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. ലൈംഗികാതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, നമ്മളൊക്കെ ഇന്നലെ വളരെ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണിത്. പക്ഷേ ആ പരാതി പൂർണ്ണമായും വ്യാജമായിരുന്നു എന്നതാണോ ഇപ്പോൾ പോലീസ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാതി നൽകുന്നതിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത് എന്നതിലൊക്കെ തന്നെ വിശദമായൊരു കൗൺസിലിംഗ് തന്നെ വേണ്ടിവരുമെന്ന് തോന്നുന്നു കുട്ടികൾക്ക്. അങ്ങനെ വിശദമായിട്ടുള്ള കൗൺസിലിംഗ് വേണം. ഈ കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾക്ക് കൂടി അതിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ കൂടി കൗൺസിലിംഗ് ചെയ്യണം എന്നുള്ള ആവശ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഈ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയമാക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സിലാത്തതിലെ ആളുകളാണ് കൗൺസിലിംഗിന് വരുന്നതെന്നുള്ള വിമർശനവും ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ നമ്മൾ എല്ലാവരും ഞെട്ടിയ സംഭവത്തിനും പൂർണ്ണമായിട്ടും വ്യാജ സംഭവമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 13 വയസ്സുകാരിയുടെ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല. ഈ പരാതി വ്യാജമാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ കൂടൽ പോലീസ് അറിയിക്കുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയെ സഹപാഠികൾ പല സ്ഥലത്ത് വെച്ച് 10 പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് പോലീസിന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടിയെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഈ പെൺകുട്ടി ഒരു വിധത്തിലുമുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അക്കാര്യങ്ങൾ ഡോക്ടർ ഈ പറയുന്ന പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ പെൺകുട്ടിയിൽ നിന്ന് വളരെ വിശദമായിട്ടുള്ള മൊഴിയെടുത്തപ്പോൾ ഈ മൊഴിക്കകത്തും പലതരത്തിലുള്ള വൈരുദ്ധ്യം പോലീസിന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത 4 പേരെ 4 പേരടക്കം 6 പേരെ വൈകിട്ടോടുകൂടി വിട്ടയച്ചത്. പിന്നീടും ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോൾ ഈ മൊഴിക്കകത്തും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പെൺകുട്ടി പറഞ്ഞത് തന്നെ ആരും പിന്നീട് പീഡിപ്പിച്ചിട്ടില്ല, തനിക്ക് തന്റെ സഹപാഠിയോട് ഒരു പ്രണയം തോന്നിയിരുന്നു, അത് നിരസിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് പെൺകുട്ടി പിന്നീട് മൊഴിയായിട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും എഫ്ഐആറുകളും ഒക്കെ അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അനുജ, അതാണ് വ്യാജ പരാതിയാണ് നൽകിയത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസ് ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. കൃത്യമായി തന്നെ ഔദ്യോഗികമായി തന്നെ വിവരം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.